ചായ കൊടുത്ത സമയത്ത് രാഘവനോട് കുടിക്കാൻ പറഞ്ഞപ്പോൾ രാഘവൻ പറഞ്ഞ് ഞാൻ കുടിക്കില്ല, നീ ഇതിനകത്ത് വല്ല വിഷം കലക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അത് പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞത്. ജനങ്ങൾ കൃത്യമായി അത് തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത്. സാധാരണക്കാരനായിരിക്കുന്ന തൊഴിലാളിയെ വധിച്ച കേസിൽ പ്രതിയായിക്കൊണ്ടാണ് രാഷ്ട്രീയ പ്രവേശനം അദ്ദേഹത്തിന്റെ. അതാണ് അങ്ങനത്തെ ഒരു വലിയ ട്രാക്ക് റെക്കോർഡാണ് കേരളത്തിന് മുഖ്യമന്ത്രിക്കുള്ളത്. ചെറിയ ട്രാക്ക് റെക്കോർഡല്ല. ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരു കാര്യം പറയുകയാണ്, അതായത് ഈ സ്വർണ്ണക്കൊള്ള ശബരിമല വിവാദം LDFനെ ബാധിച്ചിട്ടില്ല, പക്ഷെ ജനങ്ങൾ കൃത്യമായി അത് തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത്. അത് വാസ്തവത്തിൽ കേരളത്തിന് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കേരളത്തിന് മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ ബോധമുണ്ട്, പക്ഷേ വസ്തുതകളായിട്ട് അംഗീകരിക്കുന്ന സ്വഭാവമില്ല. ഇപ്പം ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം എങ്ങനെയാണ്? 1969 മാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന തലശ്ശേരിയിലുള്ള തയ്യൽ തൊഴിലാളിയായിരിക്കുന്ന സാധാരണക്കാരനായിരിക്കുന്ന തൊഴിലാളിയെ വധിച്ച കേസിൽ പ്രതിയായിക്കൊണ്ടാണ് രാഷ്ട്രീയ പ്രവേശനം അദ്ദേഹത്തിൻ്റെ. അതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വേറെ പാരമ്പര്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആചാര്യനായിരുന്നു MV രാഘവൻ. ആ രാഘവൻ പുറത്തു പോയിട്ടുള്ള 1986 എൻ്റെ ഓർമ്മ. ആ സമയത്ത് ചർച്ചയ്ക്ക് വിളിച്ച് ആ സമയത്ത് ഒരു ഗ്ലാസ് ചായ കൊടുത്ത സമയത്ത് രാഘവനോട് കുടിക്കാൻ പറഞ്ഞപ്പോൾ രാഘവൻ പറഞ്ഞ് ഞാൻ കുടിക്കില്ല, നീ ഇതിനകത്ത് വല്ല വിഷം കലക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അത് പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞ്. പിണറായി വിജയൻ ഇരുത്തിക്കൊണ്ട് അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ ഇതിനകത്ത് വിഷം കലക്കിയിട്ടുണ്ടെന്നുള്ളത് സംശയം ഉന്നയിച്ചത് MV രാഘവനാണ്. അങ്ങനത്തെ ഒരു വലിയ ട്രാക്ക് റെക്കോർഡാണ് കേരളത്തിന് മുഖ്യമന്ത്രിക്കുള്ളത്. ചെറിയ ട്രാക്ക് റെക്കോർഡല്ല. അപ്പം അതുകൊണ്ട് അത്തരം എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരുപക്ഷെ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാനുള്ള അവകാശമുണ്ട്. ആ നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത് ശബരിമലയൊന്നും ബാധിച്ചിട്ടില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാധിച്ചു എന്നുള്ളത് വസ്തുതകൾ അംഗീകരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് നയം. ശരിക്കതാണ്. ആ കമ്മ്യൂണിസ്റ്റ് നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ വായിൽ തോന്നിയിട്ടുള്ള കോതയ്ക്ക് പാട്ടെന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു രാഷ്ട്രീയ പ്രാധാന്യം ആ വാക്കുകൾക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അതേ പത്രസമ്മേളനത്തിൽ തന്നെ ഈ RSS കേരളത്തിലൊരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു, അതായത് പാലക്കാട് കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണം അപലപനീയമാണ്, കുറേ നാൾക്ക് ശേഷമാണ് ഈ RSSനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ളൊരു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വരുന്നത്. അതിന് വലിയൊരു ഉദ്ദേശമുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയിലാണ് ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെട്ടത്. ഒരു സമയത്ത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് 17% ഹിന്ദുക്കളായിരുന്നു. ഇന്നിപ്പോൾ 2%, 3% മറ്റോ ഉള്ളു. ബാക്കി എല്ലാ ഹിന്ദുക്കളും അവിടെ മതപരിവർത്തനമോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പാവപ്പെട്ടൊരു ഹിന്ദു നാമധാരിയായിരിക്കുന്ന ഒരാളെ അയാൾ നിഷ്ഠൂരമായിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരുന്നു. അവിടെ 6ഓളം പേരെ അല്ലാതെ കണ്ട് കൊലപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ കൊലപ്പെടുത്തിയ സമയത്ത് അതിൻ്റെ വികാരങ്ങൾ സാധാരണ നിലയ്ക്ക് ഹിന്ദുക്കൾ പ്രതികരിക്കുന്നവരല്ല. ഇപ്പോൾ ഈവൻ ബംഗ്ലാദേശിൽ നടന്നാലും നേപ്പാളിൽ നടന്നാലും ശ്രീലങ്കയിൽ ഹിന്ദുക്കൾ മരിച്ചാലും ഒന്നും ഇവിടുത്തെ കേരളത്തിൽ ഹിന്ദുക്കൾ പ്രതികരിക്കില്ല. പക്ഷേ ആ കാലം മാറിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഹിന്ദുക്കൾ അങ്ങനെ പ്രതികരിച്ചു തുടങ്ങി. അങ്ങനെ കേരളത്തിൽ ഹിന്ദുക്കൾ പ്രതികരിക്കുമോ എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആലോചിച്ച് നോക്കി. വ്യാപകമായിട്ടാണ് കേരളത്തിൽ ഈ പ്രചരണം വരുന്നത്. അവിടെ തമിഴ്നാട്ടിൽ രാജസ്ഥാനിൽ ഇവർക്കെതിരായിട്ട് പേപ്പൽ സംഘത്തിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ക്രിസ്മസ് ആഘോഷത്തിനെതിരായിട്ടുള്ള പ്രശ്നം, അതേപോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ച് പറയുന്നു. ഈ തരം ആരോപണങ്ങൾ പറയുന്നതിൻ്റെ പിന്നിലുള്ള ആളുകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതവർ ഹൈന്ദവർക്കെതിരായിട്ട് ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിലെ ആക്രമണത്തിനെതിരായിട്ട് ഒരു മുഖം രക്ഷിക്കുക എന്നുള്ള ശ്രമമാണ് ഒരു ഭാഗത്തുള്ളത്. ഈ ചർച്ച മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ബംഗ്ലാദേശിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. മറിച്ച് അവർ ഇവിടുത്തെ സംഭവം ചർച്ച ചെയ്തു. നമ്മുടെ വാളയാറിലെ സംഭവം ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. വാളയാറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ 5 പേരാണ്. 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഈ 5 പേരിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി പെട്ടവരുണ്ട്? BJP പെട്ടവരുണ്ട്, ഞാൻ സമ്മതിക്കുന്നത്. അതിനകത്ത് കോൺഗ്രസ്സുകാർ പെട്ടവരുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്ട ആളുകളുണ്ട്. ഇനി അറസ്റ്റ് ചെയ്യാനുള്ള 2 പേര് രാഷ്ട്രീയത. ഇതൊന്നും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്ന് മാത്രമല്ല, വേറെ സംഭവം കൂടി ഉള്ളത്, 1 മാസക്കാലത്തിന് മുമ്പായിട്ട് കേരളത്തിൽ വേറെ സംഭവം ഉണ്ടായി. രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ഒരാൾ മലപ്പുറത്ത് കൊല ചെയ്യപ്പെട്ടു. 9 പേരാണ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 9 പേര്. ആ 9 പേര് ഇപ്പോൾ 9 പേര് ഉണ്ടെന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ 9 പേരുടെ സംഭവം ഉണ്ടായിട്ടുള്ള സ്ഥലത്ത് അതിനെ സംബന്ധിച്ച് കേരളത്തിന് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. കാര്യം സംഭവം ഉണ്ടായത് മലപ്പുറത്താണ്. അവർക്ക് യാതൊരു ആനുകൂല്യവും കൊടുത്തിട്ടില്ല. ഈ പറയുന്ന ഇപ്പം ഇവിടെ വാളയാറിലുണ്ടായ സംഭവത്തിൽ 30 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കില്ല കേട്ടോ. കൊടുക്കുന്നു പറയൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ അങ്ങനെയുണ്ട്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഗുണമുണ്ട്. പുള്ളി എവിടെ കണ്ടാലും പുള്ളി 10 ലക്ഷം, 15 ലക്ഷം, 20 ഈ ലേലം വിളിക്കുന്ന മാതിരിയാണ് പുള്ളിയുടെ ഏർപ്പാട്.
ടിയാൻ വലിയ വലിയ ഓഫറൊക്കെ കൊടുക്കും. നമ്മൾ ധരിക്കും ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാവും ധരിക്കും. പക്ഷേ 10 പൈസ കൊടുക്കുന്ന ഏർപ്പാട് കേരളത്തിൽ നിന്നില്ല. കാരണം കേരള സർക്കാരിൻ്റെ കയ്യിൽ നക്കാപ്പിച്ചയ്ക്ക് പൈസ ഇല്ല എന്നിപ്പോൾ. പരമദാരിദ്ര്യമാണ്, കടുത്ത ദാരിദ്ര്യമാണ്. ഉള്ള പണം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഫണ്ടിലേക്ക് കിടക്കുന്ന പണമാണ്. ആ പണം എടുത്ത് ഇദ്ദേഹം പുതിയ കാറ് വാങ്ങിക്കാനും ഇദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കൊക്കെ ആയിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന വാളയാറിലുള്ള പോലെ തന്നെയല്ലേ മാഞ്ചിയുടെ പ്രശ്നം ഉണ്ടായി, രാജേഷ് മാഞ്ചി ഉണ്ടായത്. അതിൽ 9 പേരാണല്ലോ കേസിൽ പ്രതികളായിരിക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ച് കേരളത്തിൽ ഏതെങ്കിലും ചാനലുകൾ ചർച്ച നടത്തിയിരുന്നോ? ഇല്ലല്ലോ. ഇന്ന് മാത്രമല്ല, അവരെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന രാജേഷ് മാഞ്ചിയുടെ കുടുംബത്തിന് എന്ത് ആനുകൂല്യമാണ് കേരളത്തിലെ സർക്കാർ കൊടുത്തത്? 10 പൈസ കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ കൊടുക്കാതെ കണ്ടാണ് കേരളത്തിൽ ഇത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അവർ ക്രിസ്മസ് പാർട്ടിക്കെതിരായിട്ട് ചർച്ചയായിട്ട് ആക്രമണം അഴിച്ചുവിട്ടു ഇത്യാദി പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇന്ത്യൻ പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രൈസ്തവ സഭയുടെ പള്ളിയിൽ നേരിട്ട് പോയിട്ട്, ഡൽഹിയിലെ സെൻറ് ജോർജ് പള്ളി, ആ പള്ളിക്കകത്ത് അദ്ദേഹം പോയിട്ട് അവരുടെ കുർബാനയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കുകയാണ്. അതിനെക്കുറിച്ച് പോലും അത്ര ചാനലുകളിലെല്ലാം വാർത്ത വന്നപ്പോൾ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വരവുണ്ടായതിൻ്റെ പേരിൽ അവിടെ ഭക്തന്മാർക്ക് എത്താൻ വേണ്ടി സാധ്യമല്ല എന്നുള്ളതാണ്. അത് എന്നും അങ്ങനെയാണ്. ഒരു VIP ഏതെങ്കിലും സ്ഥലത്ത് കൈകൊണ്ട് തല്ലും മറ്റൊരു കൈകൊണ്ട് തലോടലുമാണെന്നാണ് മാധ്യമ വിമർശനം. മറ്റൊരു കാര്യം, ഈ പാലക്കാട് കരോളുമായി ബന്ധപ്പെട്ടൊരു വിഷയം അതിൽ ചോദിക്കേണ്ടത്, ഈ ശ്രീ കൃഷ്ണകുമാർ നടത്തിയൊരു പരാമർശമുണ്ട്. 7 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ്, അവർ ഈ മദ്യപിച്ചിട്ടാണ് ഇത്തരത്തിൽ, അതായത് എതിർക്കാൻ വേണ്ടിയാണെങ്കിലും അത്തരത്തിലുള്ള 12 വയസ്സുള്ള കുട്ടികളെയൊക്കെ മദ്യപിക്കുക എന്ന് പറയുമ്പോൾ, അല്ല, അത്തരത്തിൽ പ്രസ്താവന ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, ശരിയാണെന്നുള്ള അഭിപ്രായമില്ല. അതേസമയത്ത് ഇവരിപ്പോൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതേസമയത്ത് ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ പല സ്ഥലത്തും വലിയൊരു ആരോപണമുള്ളത് കരോൾ സംഘത്തിലടക്കമുള്ളത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരല്ല. ക്രൈസ്തവർക്ക് അതിനകത്തുള്ള പങ്കാളിത്തം വളരെ വളരെ കുറവാണ്. ക്രിസ്ത്യാനികൾ പലപ്പോഴും എടുക്കുന്ന സമീപനം ഒരു സമവായത്തിന് സമീപനം എടുക്കുക. അവരാരുമായിട്ട് സംഘർഷത്തിന് പോകാറില്ല. അവസാനത്തെ സംഘർഷം ഉണ്ടായത് കുരിശ് യുദ്ധത്തിലാണ്. ആ കുരിശ് യുദ്ധത്തിന് ശേഷം ക്രിസ്ത്യാനികൾ ലോകത്തിൽ ഒരു സ്ഥലത്ത് സംഘർഷത്തിന് പോയിട്ടില്ല. ഇപ്പോൾ ബ്രിട്ടനിൽ അങ്ങനെയില്ല. അതിന് പേരിൽ ഒരു പോപ്പുലേഷൻ കുറഞ്ഞു എന്ന് മാത്രമല്ല, ഇന്ന് ക്രൈസ്തവ ജനസംഖ്യ അവിടെയുള്ളത് ഏകദേശം 18%. ബാക്കിയുള്ള ക്രിസ്ത്യാനികൾ കഴിഞ്ഞു അവിടെ. കാരണം ബ്രിട്ടനിൽ ബാക്കിയുള്ള ആളുകൾ 50% വരുന്ന ആളുകൾ മതം ഉപേക്ഷിച്ചിട്ടുള്ള ആളുകളാണ്. ഒരു 30% ആളുകൾ മുസ്ലിം മതം സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. ഫ്രാൻസിൽ അങ്ങനെയാണ്, ജർമ്മനിയിൽ അങ്ങനെയാണ്, അമേരിക്കയിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ഒരിക്കലും ഒരു സംഘർഷത്തിൻ്റെ പാത സ്വീകരിക്കാറില്ല. മറിച്ച് ഈ പറയുന്ന കരോൾ സംഘത്തിൻ്റെ പേരിൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന ആളുകൾ അതിനെ സംരക്ഷിക്കാമെന്നുള്ള വ്യാജേന എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളവരെ എനിക്ക് സംശയമുണ്ട്, ബലമായിട്ടുള്ള സംശയമുണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് ആരെങ്കിലും ഒരു പ്രസ്താവന ആരോപണം ഉന്നയിക്കുന്ന മര്യാദയില്ലാന്ന് എൻ്റെ അഭിപ്രായം. അതായത് ഈ ക്രിസ്മസ് ദിവസം ക്രൈസ്തവർക്കൊപ്പം കുർബാനയിൽ കൂടുന്ന നരേന്ദ്രമോദി, നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി. അതേസമയം തന്നെ UP-യിൽ യോഗി ആദിത്യനാഥ് ആ ദിവസം നിർബന്ധിതമായി കുട്ടികളോട് സ്കൂളിലോട്ട് വരണമെന്ന് പറയുന്നത്, ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് പകരം അടൽ ബിഹാരി വാജ്പേയിയുടെ ജനശതാബ്ദി ആഘോഷിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള ഇരട്ടത്താപ്പല്ലേ? അല്ല, അതിനൊരു കാരണമുണ്ട്. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് 24 കോടി ആളുകളാണ് ഉള്ളത്. അതിനകത്തൊരു 2 ലക്ഷം ആളുകൾ ക്രിസ്ത്യാനികളുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ സംഭവം അവിടെ അറിയില്ല. ഇപ്പം നമ്മളിപ്പോൾ ക്രിസ്മസ് ഇൻ്റർനാഷണൽ വലിയ ആഘോഷമാണെന്നൊക്കെ പറഞ്ഞാലും പല രാജ്യങ്ങളിൽ ക്രിസ്മസ് ഇല്ല. ഇപ്പം നമ്മൾ മിഡിൽ ഈസ്റ്റിൽ പോയാൽ ഏത് അറേബ്യൻ കൺട്രിയിലാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? അവിടെ അബുദാബിയിൽ ആഘോഷിക്കുന്നുണ്ടോ? ദുബായിലുണ്ടോ? ഷാർജയിലുണ്ടോ? യമനിലുണ്ടോ? ഒരു രാജ്യത്തും ഇല്ല. അപ്പോൾ ഹിന്ദുക്കളോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ കൂടുതലുള്ള സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ട് ക്രിസ്മസ് ഉണ്ടാവണം നിർബന്ധമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഓണത്തിൻ്റെ പറയാറുണ്ട്. ഓണം നമ്മൾ ഹിന്ദുക്കളുടെ ആചാരമെന്ന് പറയാറുണ്ട്. വിഷു അതെ, ശിവരാത്രി അതെ, തിരുവാതിര അതെ, ഇത്യാദി കാര്യങ്ങളൊന്നും നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാവില്ല. കാരണം ക്രൈസ്തവ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തും ഹൈന്ദവ ആചാരങ്ങളുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് ന്യായമല്ല. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഉത്തർപ്രദേശും മധ്യപ്രദേശ് അങ്ങനെ തന്നെയാണ്, രാജസ്ഥാൻ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ക്രിസ്മസ് അറിയില്ല അവർക്ക്. ഇപ്പോൾ ക്രിസ്മസ് ഇന്ന് മാത്രമല്ല, ഇപ്പോൾ അല്പൊരു നാമമാത്രമായിട്ടുള്ള പെന്തിക്കോസ്തുകാരാണുള്ളതെന്ന് ഇരിക്കട്ടെ, പെന്തിക്കോസ്തുകൾ ഇത് ക്രിസ്മസ് ആചരിക്കുന്നുണ്ടോ? ക്രിസ്ത്യാനികൾ മുഴുവനില്ലല്ലോ. ക്രിസ്ത്യാനികൾ തന്നെയുള്ള സുറിയാനികളും സുറിയൻ ക്രിസ്ത്യാനികളും ലത്തീൻ ക്രിസ്ത്യാനികളും മാർത്തോമക്കാരും മറ്റു ചില ആളുകളാണ് ഇത് ആചരിക്കുന്നത്. മറിച്ച് പെന്തിക്കോസ് സഭ അടക്കമുള്ള യഹോവ സാക്ഷികൾ അടക്കമുള്ള ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ മതവിശ്വാസികൾ പോലും ഇന്ന് ക്രിസ്മസ് ആചരിക്കുന്നില്ല എന്നാണ് വസ്തുത. അതുകൊണ്ടാണ് സത്യദീപത്തിൽ ആർട്ടിക്കിൾ വന്നിരുന്നു. അത് ഫാദർ പോൾ തേലക്കാടിൻ്റെയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ക്രിസ്മസ് ക്രൈസ്തവ ആചാരമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ ഉണ്ടായിരുന്നത്, ഈ ക്രിസ്മസ്
ഇവരുടെ മറ്റേ സൂര്യ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. റോമിൽ അങ്ങനെ ഉണ്ടായിരുന്നത്. സൂര്യനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ആ സൂര്യ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിൽ ചില വാദഗതികൾ പോലും ഇവിടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശിൽ ആചരിച്ചില്ല എന്നുള്ളൊരു വിഷയമല്ല. കാരണം ഉത്തർപ്രദേശിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഹിന്ദുക്കളാണ്, അത് കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണ്. ഈ രണ്ടുപേരും ഈ പറയുന്ന പോലെയുള്ള ക്രിസ്മസ് ആഘോഷിക്കുന്നവരല്ല. ഗോരഖ്പൂരിൽ, അതേപോലെ ഇന്നലെ ഡൽഹിയിൽ കരോൾ സംഘത്തിന് നേരെ ആക്രമണം ഗോരഖ്പൂരിലുണ്ടായി, യുപിയിലുണ്ടായി. പ്രധാനമന്ത്രി ഒരു വശത്ത് ക്രൈസ്തവരോടൊപ്പം നിൽക്കുന്നു. പ്രധാനമന്ത്രിക്കും ഇല്ലാത്ത വിഷയമാണ് ഈ പ്രാദേശിക തലങ്ങളിലായാലും ഈ RSSനെയും ബജ്രംഗദളങ്ങളെയും ഒന്നും നിയന്ത്രിക്കാൻ നേതൃത്വത്തിനാകുന്നില്ലേ? അല്ല, അത്തരത്തിൽ പ്രശ്നമല്ലല്ലോ. കാരണം ഇപ്പോൾ കരോൾ സംഘത്തിനെതിരായിട്ട് ഒരു സ്ഥലത്തും ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളിൽ പലതും സംഭവിച്ചിരിക്കുന്നത് കരോൾ സംഘം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ പോയിട്ടുള്ളതല്ല. ഈ പറയുന്ന ഹൈന്ദവ സമൂഹത്തിന് നേർക്ക് മതപരിവർത്തനവുമായിട്ട് അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിരിക്കുന്ന പോകുന്ന ചില ആളുകൾ അവർ തിരിച്ചു പ്രതികരിക്കും. അല്ലാതെ കണ്ട് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ അടികൊള്ളാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വിഭാഗം ധരിക്കരുത്. ആ ധാരണ പെശകാണ് വളരെ പലപ്പോഴും. ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആളുകളാണ്. കേരളത്തിൽ നിന്ന് പോയിട്ട് മതപരിവർത്തനം നടത്തുന്ന ആളുകളാണ്. ഈ ഹിന്ദുക്കളായിരിക്കുന്ന ആളുകളുടെ നേർക്ക് ഇപ്പം കേരളത്തിൽ നിന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ എവിടെയൊക്കെയാണ് ക്രിസ്മസിന് നക്ഷത്രം തൂക്കുന്ന വീടുകളെന്ന് പരിശോധിച്ച് നോക്ക്. ക്രിസ്ത്യാനികളുടെ വീടുകൾ തൂക്കും, എഗ്രി ചെയ്യാം. ഹിന്ദുക്കളുടെ വീടുകളിൽ തൂക്കും. കേരളത്തിലെ എണ്ണപ്പെട്ട മുസ്ലിം കോൺഗ്രസ് നേതാക്കന്മാരുടെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഒരു വീട്ടിൽ നിന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ? കാണിച്ചു തരാൻ സാധിക്കുമോ? ഉണ്ടാവില്ല. ഞാൻ പേരുകളെടുത്തുകൊണ്ട് പറയാം. പാലൊളി മുഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ ക്രിസ്മസിന് നക്ഷത്രം തൂക്കുമോ? എന്നൊന്ന് കാണിച്ചു തരാമോ? TK ഹംസയുടെ വീട്ടിൽ തൂക്കോ? കാണിച്ചു തരാമോ? ഉണ്ടാവില്ല. സിദ്ദിഖിൻ്റെ വീട്ടിൽ തൂക്കോ? കാണിച്ചു തരാമോ? ഉണ്ടാവണമെന്നില്ല. മറിച്ച് ഹിന്ദു നാമധാരികളുടെ വീട്ടിൽ മാത്രം തൂക്കിയിട്ട് മതേതരത്വത്തിൻ്റെ ലക്ഷണമായിട്ട് ഇത് പറയുകയല്ല വേണ്ടത്. ഇന്ന് മാത്രമല്ല, ഇതൊരു വിഷയമാക്കി വളരെ വലുതാക്കിക്കൊണ്ട് ഗോരഖ്പൂരിൽ ആക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ആക്രമണം ഉണ്ടായി, രാജസ്ഥാനിൽ ആക്രമണം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഹൈന്ദവ ക്രൈസ്തവ ഇന്നത്തെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമുണ്ട്. ഈ സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കുവാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള പരിശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ബോധപൂർവമായിട്ടുള്ള പരിശ്രമത്തെ ക്രൈസ്തവ ജനങ്ങളും ഹിന്ദുക്കളും കൃത്യമായിട്ട് തിരിച്ചറിയും. ആ തിരിച്ചറിഞ്ഞാൽ അതിന് ശക്തമായുള്ള മറുപടി കൊടുക്കും. ഒരിക്കലും കേരളത്തെ സംബന്ധിച്ച് കേരളം പലപ്പോഴും ഈ തരം ചില സോക്കോൾഡ് ഇൻ്റലക്ച്വൽസിൻ്റെ കയ്യിലാണ് കേരളം. ഈ സോക്കോൾഡ് ഇൻ്റലക്ച്വൽസാണ് ഇവിടെ ചില നറേഷൻസ് ക്രിയേറ്റ് ചെയ്യും, ആഖ്യാനങ്ങൾ. മലയാളത്തിൽ ആഖ്യാനം എന്നാണ് പറയുക. ഈ തരത്തിൽപ്പെട്ട ആഖ്യാനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ തരത്തിൽപ്പെട്ട സാമുദായിക സംഘർഷങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ ഇതിനകത്ത് ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമില്ല, ഇതിനകത്ത് മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല. ഹൈന്ദവ മുസ്ലിം പ്രശ്നം ഉണ്ടാക്കുന്നതും ഹൈന്ദവ ക്രിസ്ത്യാനി പ്രശ്നം ഉണ്ടാക്കുന്നതും ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നം ഉണ്ടാക്കുന്നതും മൂന്നും ഇവിടുത്തെ ഇടതുപക്ഷ വലതുപക്ഷ UDF LDF വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് അവരെ പേരെടുത്ത് പറയാൻ വേണ്ടി സാധിക്കും. ഒരു മടിയില്ലാതെ കണ്ട് ഇവിടുത്തെ KPCC അധ്യക്ഷനടക്കമുള്ള ആളുകൾ അവർക്കൊക്കെ ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ CPMൻ്റെ സെക്രട്ടറിക്ക് അടക്കം, സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം, അത്തരം ചില ആളുകൾക്കടക്കം ഇത്തരം കാര്യങ്ങൾ വലിയ പങ്കുണ്ടെന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്നതും എൻ്റെ നിരീക്ഷണ മാത്രത്തിൽ തന്നെയാണ്. അതേപോലെ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടപ്പോൾ VHP ഒക്കെ നടത്തുന്ന ആഹ്വാനങ്ങളും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ? ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന തരത്തിലുള്ള. അപ്പം മൊത്തത്തിലൊരു കണ്ണടച്ച് കൊണ്ടിരിക്കുന്ന, പുകമറ സൃഷ്ടിക്കുന്ന ഒരു രീതിയല്ലേ? അങ്ങനെയല്ല. കാരണം ഇപ്പോൾ VHP പറഞ്ഞു എന്നുള്ളത് ആരോടാ പറഞ്ഞ്? പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പത്രക്കാരെ എവിടെയോ വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിശ്വഹിന്ദു പരിഷത്തിന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അതുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്തിൽ അന്വേഷിച്ചിരുന്നു. അതിന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടില്ല, സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടില്ല, അവരാരും പറഞ്ഞിട്ടില്ല. അതൊന്ന്. അത് രണ്ടാമത്, ഈ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ എന്തിനാ ആചരിക്കണം? ഓരോ മതവിഭാഗത്തിന് അവരേതല്ല ആചാരമുണ്ട്. ഇപ്പം ചിലർ ഹിന്ദുക്കൾ നക്ഷത്രം തൂക്കുന്നുണ്ട്. ഞാൻ നക്ഷത്രം തൂക്കുന്നതിനെതിരല്ല കേട്ടോ. പക്ഷേ എനിക്ക് മറുവശത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഹിന്ദുക്കളുടെ ഇപ്പോൾ ഓണത്തിന് തൃക്കാക്കരപ്പന വയ്ക്കും. എത്ര ക്രിസ്ത്യൻ വീടുകളിൽ തൃക്കാക്കരപ്പന വയ്ക്കാറുണ്ടോ? അവിടെ പോയിട്ട് ഓണത്തിന് ഷോപ്പിങ്ങിന് പോകുന്നത് ശരിയാണ്. ഷോപ്പിങ്ങിന് പോകുന്ന അല്ലല്ലോ ആചാരങ്ങൾ. ആചാരവും അനുഷ്ഠാനങ്ങളും രണ്ടും വ്യത്യസ്തമാണ്. ഓരോ മതവിഭാഗവും ചെയ്യേണ്ടത് അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കലാണ്. അതിൻ്റെ പിന്നിൽ മറ്റുള്ള ആളുകൾ കടന്നു കയറുന്നത് ശരിയല്ല. ഇപ്പോൾ ഈ കടന്നു കയറാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ചില ആളുകൾ എന്നെ മറ്റൊരു തല്ലാൻ വേണ്ടിയിട്ട് വരുന്നു എന്ന് പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതും മര്യാദയല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയിടം കൊണ്ട് വിശ്വഹിന്ദു പരിഷത്ത് ചില സ്ഥലങ്ങളിൽ പറഞ്ഞ് നിങ്ങൾ ഹിന്ദുക്കളുടെ ആചാരങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്. അത് പറയുന്ന സമയത്ത് മറ്റവർ ആചരിക്കേണ്ട എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട്
ആ തരത്തിൽ ചില വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും കൊടുക്കുന്നത് ഒരിക്കലും ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിന് ഉതകുന്നതല്ല.